നമ്മൾ ഈ ഗ്രേപ്സിൻ്റെ BSA ഉപയോഗിച്ച് തുടങ്ങിയ സമയം മുതൽ കുറച്ച് ചെറിയ ഫങ്ഷൻസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അതാണ് പഠിക്കാൻ എളുപ്പം. എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫയലിൻ്റെ ലിസ്റ്റ് വ്യൂ പഠിച്ചിരുന്നു, കെയർ പ്ലാൻ തുടങ്ങി ഉള്ള കാര്യങ്ങൾ, ഇനിഷ്യൽ അസസ്മെൻറ്റ്, അതിനുശേഷം കെയർ പ്ലാൻ, ഫയൽ തുറക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ സ്റ്റേജിലുള്ള കാര്യങ്ങൾ, ഒരു 4 ഫീൽഡിലായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇനിഷ്യൽ അസസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. നമുക്കിന്ന് കെയർ പ്ലാൻ ഫിക്സ് ചെയ്യുന്ന, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഡോക്ടർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറുടെ കെയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് അവിടെ നമുക്ക് പറ്റുന്നുണ്ടാവും. തികച്ചും നേഴ്സസിൻ്റെ ലോഗിനിൽ ഓരോ പീരിയോഡിക് ചേഞ്ചസോടുകൂടി നേഴ്സസ് ആഡ് ഓൺ കെയർ പ്ലാൻസ് അവരുടെ ഇടയിൽ ആ ഒരു ഇൻഫർമേഷൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ ഇത് ഉപകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കണ്ടതുപോലെ തന്നെ പേഷ്യൻ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന റൈറ്റ് ടോപ്പിൽ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഐക്കൺ കെയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഫീൽഡുകൾ നമുക്ക് ഫെമിലിയറാണ്, നമുക്ക് ടൈപ്പ് ചെയ്യാം. അതർവൈസ് അവിടെ വോയിസ് ടു ടെസ്റ്റ് ടൈപ്പിംഗ് ഉണ്ട്, മൈക്രോഫോണിൻ്റെ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുക, അത് സ്വിച്ച് ഓഫ് ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്തോളും. ഇനിഷ്യൽ ഡേയ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വോയിസ് ടു ടെസ്റ്റിൽ ക്ലാരിറ്റി പ്രോബ്ലം വരാം. ബട്ട് നമുക്ക് ഇനിഷ്യലി തന്നെ 92% ആക്യുറസി കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ പതുക്കെ നിങ്ങളുടെ ഒരു വോയിസ് ടോൺ സോഫ്റ്റ്വെയറിന് പഠിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് 100% ആക്യുറസിയിൽ തന്നെ ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ മെനു ബട്ടൺ ടോപ്പ് റൈറ്റിൽ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ ഐക്കൺ കെയർ പ്ലാൻ, അത് നേഴ്സോ ഡോക്ടറോ ആരാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ആ ഫംഗ്ഷൻ ആക്ടിവേറ്റഡ് ആകുന്നുണ്ടാവും. അതിൽ കൂടെ നമുക്ക് ഡേറ്റ എൻട്രി ചെയ്യാം. അത് ആ പേഷ്യൻറ്റിൻ്റെ ആ ഒരു എപ്പിസോഡ് അഡ്മിഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നേഴ്സസിന് അതിനെക്കുറിച്ച് വ്യക്തമായി ഈ അഡ്മിഷൻ ബന്ധപ്പെട്ടത് ഒരു പർട്ടിക്കുലർ സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതാണോ, മറ്റൊരു ഡിസീസ് ക്യൂർ ചെയ്യുന്നതിനുള്ള സപ്പോർട്ടിംഗ് ആണോ, ഓർ പാലിയേറ്റീവ് പെയിൻ മാനേജ്മെൻറ്റിനായിട്ടാണോ, സോ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് അഡ്മിഷനാണെന്ന് അവിടുത്തെ കെയർ ഗീവേഴ്സിന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് നമ്മൾ ഓരോ ഫയലിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യപ്പെട്ട ഈ കെയർ പ്ലാൻസ്, അങ്ങനെ നമുക്ക് ഒന്ന് നേരത്തേക്ക് എന്ന് പറഞ്ഞ് ഇത് എഴുതി പിടിപ്പിക്കേണ്ടത് കൊണ്ട് വളരെ സമയം എടുക്കുമായിരുന്നത്. വോയിസ് ടെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അധികം സമയം വേണ്ട. നമ്മളൊരു കാര്യം എഴുതുന്നതിന് എടുക്കുന്നതിൻ്റെ 10 സമയം മതി അത് പറയാൻ. ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് ടൈപ്പ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അല്പം വിശദീകരിച്ചൊരു കെയർ പ്ലാൻ കൊടുക്കണമെങ്കിൽ പോലും അവിടെ പ്രോബ്ലം ഇല്ല. സോ നമ്മുടെ പേഷ്യൻസിന് ഏറ്റവും ബെസ്റ്റ് സർവീസ് നമ്മുടെ ഹോസ്പിറ്റലിലെ വാർഡുകളിൽ കിട്ടാനായിട്ട് അത് ഉപകരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ബാക്കി കാര്യങ്ങളിലേക്ക് അടുത്ത വീഡിയോയിൽ കടന്നു വരാം. അത് തൊട്ടടുത്തത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആ കണ്ടൻസ് വരുന്നതെന്നത് കാണുമ്പോൾ തന്നെ അത് ചെയ്യാൻ തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ എൻട്രി ചെയ്യണോ? ബട്ട് വേണ്ട, അത് ഓട്ടോ ഫെച്ച് ആയി വരുന്ന ഡേറ്റാസാണ്. നിങ്ങൾ തൊട്ട് ഗ്രീൻ കളറിലും റെഡ് കളറിലും ഒക്കെ താഴേക്ക് കളേർഡായിട്ടൊക്കെ വരുന്ന ഡേറ്റാസ്. സോ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.